4-5 മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരോട് സോറി പറയാനുണ്ട്. എപ്പോഴാണ് കിങ്ങിണി നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരുന്ന എൻ്റെ കസിൻസ് പിന്നീട് അവർ കുറേ നാൾ ചോദിച്ച് അവരുടെ ചോദ്യങ്ങളൊക്കെ നിന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വീഡിയോ 4 മാസമായിട്ട് നാളെ നീളെ ആയിക്കഴിഞ്ഞു. പിന്നെ അവർ മറന്നപ്പോൾ ഇത് അവർക്ക് സർപ്രൈസായിട്ട് ഇപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്യാണ്. മന്ദം എൻ്റെ അടുത്തേക്ക് വരുന്നത് അമ്മായിയാണ് കേട്ടോ, സെലിയമ്മായി. പിന്നെ മുടി മുറിച്ച വിശേഷങ്ങളും ബാക്കിയുള്ള വിശേഷങ്ങളും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു കസിൻ്റെ ഭാര്യനോടാണ്. ഞാൻ ഒരിക്കലും ശ്രീജേനെ കസിൻ്റെ വൈഫായിട്ട് കണ്ടിട്ടില്ല, എൻ്റെ സിസ്റ്ററായിട്ടാണ് കണ്ടത് കേട്ടോ. പിന്നെ ചുറ്റുമുള്ളത് ആൻറ്റിയൊക്കെയാണ്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. തലേ ദിവസം അത്ര വലിയ ആഘോഷങ്ങളില്ലാത്തതുകൊണ്ട് നമ്മുടെ ചിക്കൻ കറിയും ചോറൊക്കെ ആയിരുന്നു. അനിയത്തിയും അമ്മയാണ് എൻ്റെ അടുത്തിരുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി നല്ല എക്സസൈസ് ആയിക്കോട്ടെ എന്ന് കരുതി നമ്മൾ വിവേകിൻ്റെ റൂമാണ് പോകുന്നത്. മാമൻ്റെ മോൻ്റെ പേര് വിവേക് എന്നാണ് കേട്ടോ. മാമൻ്റെ മോൻ ട്രിവാൻഡ്രത്ത് സെക്രട്ടേറിയറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഗവൺമെൻറ് എംപ്ലോയി കൂടിയാണ്. അഭിമാനത്തോടും പ്രൗഡോടുകൂടി നമുക്ക് പറയാം. അപ്പോൾ ഈ റൂമും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ശരിക്കും ശിലമോൾക്ക് നല്ല ടയേർഡായിരുന്നു. അവൾക്ക് പനിയുള്ളതുകൊണ്ട് അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഓടിക്കളിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എത്ര സമയം നമ്മളിവിടെ കല്യാണ വീട്ടിൽ നിൽക്കും എന്നുള്ളൊരു ചോദ്യചിഹ്നം എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ മോള് പരമാവധി അവിടെ നിൽക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ചെക്കൻ്റെ വിവേകിൻ്റെ അനിയത്തിയാണ് വിനിഷ. ഹായ് പറയണം നമ്മൾ യൂട്യൂബിൽ എല്ലാവരോടും. പിന്നെ എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. പിന്നെ വിനിഷയുടെ മോളാണ് കേട്ടോ, ഒരു മോനും കൂടിയുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ശിലമോൾക്ക് പനി കൂടി വരാൻ തുടങ്ങി. പിന്നെ നമ്മൾ മോളെ എടുത്ത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മണിക്കൂർ നമ്മൾ ഹോസ്പിറ്റലായിരുന്നു. എൻ്റെ അനിയത്തിയാണ്, അനിയത്തിയുടെ പേര് ഷില്ല എന്നാണ്. അനിയത്തി വർക്ക് ചെയ്യുന്നത് സ്കൂളിലാണ് കേട്ടോ, സ്കൂൾ ടീച്ചറാണ്. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാണ് കുട്ടൻ്റെ വൈഫിനെയാണ് നമ്മൾ നേരത്തെ കണ്ടത്, ശ്രീജീന. അവരെല്ലാവരും ഏട്ടനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മോളെയും കൂടെ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ അവിടെ കുറേ സമയം നമ്മൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വന്നു വരുമ്പോഴേക്കും ഫംഗ്ഷനൊക്കെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുപ്പായിരുന്നു. ഫാമിലി ഫോട്ടോസൊക്കെ കുറച്ചെടുക്കുക. ഇതാണ് കല്യാണച്ചക്കൻ വിവേക് കേട്ടോ. പിന്നെ നമ്മളെ ചേർത്ത് പിടിക്കുകയാണ്. ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് എന്തൊരു മനസ്സിന് സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ ഫാമിലിയിലൊരു കല്യാണം വരുമ്പം എന്ത് രസമാണല്ലേ, എല്ലാവരുമായിട്ട് കസിൻസും എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം. ശരിക്കും പറഞ്ഞാൽ തലേ ദിവസം ഒരുപാട് പേരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നാളെയാണ് എല്ലാവരും എത്തുക. ആൻറ്റിമാരും വല്യമ്മമാരും കസിൻസും എല്ലാവരും നാളെയാണ് എത്തുക. ആ ഒരു എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ ഫാമിലിയിൽ. ഇത് ഫാമിലി ഫോട്ടോ കേട്ടോ, അച്ഛനും അമ്മയും നമ്മൾ മാത്രം. ഏച്ചിയും മക്കളും ഒക്കെ നമ്മൾ നാളെ പിറ്റേ ദിവസത്തെ മാത്രമേ എത്തുള്ളൂ. സാമി മലക്ക് പോകാൻ വേണ്ടിയിട്ട് ഏട്ടൻ മാല ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏട്ടൻ തലേ ദിവസം വരാത്തത്. അതുകൊണ്ടാണ് ഏച്ചിയും വരാതിരുന്നത്. പിന്നെ നമ്മളൊരു വൈബ് തന്നെയായിരുന്നു, ഭയങ്കര ഡാൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലെ കല്യാണത്തിന് നമ്മുടെ കസിൻസിനേക്കാളും കൂടുതൽ കളിക്കുന്നത് ആൻറ്റിമാരൊക്കെയാണ് ഡാൻസ് കളിക്കുന്നുണ്ടായി. പിന്നെ നമ്മൾ തിമിർത്തെന്ന് പറയാം, പാട്ട് വെച്ച് ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ കല്യാണം വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഡാൻസ് കളിക്കാൻ ഒരു എൻ്റർടൈനും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമ്മുടെ ഫാമിലിയിൽ 4 പേരും കൂടെ കല്യാണം കഴിക്കാണ്ട്. ഒന്ന് എൻ്റെ അനിയത്തിയും പിന്നെ 3 ആൺപിള്ളേരാണ്. ഒന്ന് കുട്ടാപ്പിയേട്ടൻ, അതുപോലെ തന്നെ മിറ്റു, പിന്നെ നമ്മുടെ ശരത്തേട്ടൻ്റെ മാരേജ് അടുത്തുണ്ടാവും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും. അങ്ങനെ 4 പേരാണ് നമ്മൾ കാത്തിരിക്കുന്നത് കല്യാണത്തിന് വേണ്ടി. എത്രയും പെട്ടെന്ന് അവർ 4 പേരുടെ കല്യാണം ആവട്ടെ. മിറ്റു വിദേശത്താണ് കേട്ടോ, ഇവിടെ ഇല്ല, അമേരിക്കയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മിറ്റു നാട്ടിലേക്ക് വരുമ്പോൾ അപ്പോഴും അവൻ്റെ ആവട്ടെ, അതുപോലെ തന്നെ ബാക്കി നാട്ടിലുള്ള 3 പേരുടെയും പെട്ടെന്നാവട്ടെ. പിന്നെ നമ്മളൊരു ഭയങ്കര എൻ്റർടൈമാണ്. ഇത് മാളു ചേച്ചിയാണ് കേട്ടോ, ലൈറ്റ് മഞ്ഞിട്ട് കണ്ണാടിയിട്ട് മാളു ചേച്ചിയാണ്. നമ്മൾ ജിമ്മിനൊക്കെ പോയപ്പോഴാണ് മാളു ചേച്ചിയെ പരിചയപ്പെട്ടത്. ഇവിടെ നമ്മുടെ മാമൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ അമ്മായിൻ്റെ ഫാമിലിയും ഉണ്ട് കേട്ടോ. പിന്നെ ഫുള്ളൊരു എൻ്റർടൈൻസും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ശീലമോൾക്ക് വയ്യാത്തതുകൊണ്ട് അമ്മ എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അമ്മ ഒരു 4-5 സ്റ്റെപ്പ് അങ്ങ് ഇട്ടേനെ. അമ്മയും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. നല്ല വൈബുള്ള ഫാമിലിയാണ്, വലിയ ഫാമിലിയാണ്. പിണക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒത്തുകൂടുന്ന ആ ഒരു എൻ്റർടൈൻമെൻ്റ് ഉണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ കൂടുന്തോറും ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത് അല്ലേ, അതുപോലെ ഇമ്പം എന്ന് നിലനിൽക്കട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയാൻ ഞാൻ എപ്പോഴും മറക്കാറുണ്ട്. സ്വാഗതം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ സൈനിങ് ഓഫ് ഷിൽജ വിശ്വനാഥൻ. ബൈ.